പീഡനക്കേസിൽ സംവിധായകൻ രഞ്ജിത്ത് അറസ്റ്റിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വരുന്ന മണിക്കൂറാണ്. യുവനടിയുടെ പരാതി. ലൊക്കേഷനിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന പരാതിയിലാണ് രഹസ്യമൊഴി അടക്കം രേഖപ്പെടുത്തിയ ശേഷം രഞ്ജിത്തിനെ തൊടുപുഴയിൽ വെച്ച് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കും. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് വാർത്തയുടെ വിവരങ്ങളുമായി ചെയ്തു. രാഹുൽ, ഇനി എന്താണ് നടപടി? തൊടുപുഴ സ്റ്റേഷനിലേക്ക് ഉടൻ തന്നെ എത്തിക്കുമോ രഞ്ജിത്തിനെ? അവിടെ എത്തിയാണോ എറണാകുളം സെൻട്രൽ പോലീസ് രഞ്ജിത്തിനെ എറണാകുളത്തേക്ക് കൊണ്ടുപോകുന്നത്? സുഹൈല, ഉടൻ തന്നെ എറണാകുളം സെൻട്രൽ പോലീസ് തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ എത്തും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മൂവാറ്റുപുഴ ഉൾപ്പെടെ കഴിഞ്ഞ തൊടുപുഴയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ അവർക്ക് കൈമാറും എന്നുള്ളതാണ് തൊടുപുഴ പോലീസ് പറയുകയും ചെയ്തിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള നിർദ്ദേശം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് തൊടുപുഴ പോലീസ് രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്ന പോലെ തന്നെ ആയിരണാകുളത്ത് വെച്ചാണ് ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. സിനിമാ ചിത്രീകരണത്തിനിടെ ക്യാരവനിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പരാതി. ആദ്യം സിനിമ ICCയിൽ തന്നെ പരാതി നൽകിയെങ്കിലും യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായില്ല. അതിന് പിന്നാലെയാണ് DGPക്ക് പരാതി നൽകിയത്. DGPയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കൊച്ചി സെൻട്രൽ പോലീസ് ഈ കേസ് അന്വേഷിക്കുകയും ഈ മൊഴി യുവനടിയുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തത്. കഴിഞ്ഞ 28-ന്, അതായത് ഈ കഴിഞ്ഞ ദിവസമാണ് ഈ കേസിൽ ഔദ്യോഗികമായിട്ടുള്ള പരാതി ലഭ്യമാകുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഇപ്പോൾ എന്തായാലും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമായ കാര്യമാണ്. കാരണം വലിയ വിവാദത്തിലേക്കോ തർക്കത്തിലേക്കോ അല്ലെങ്കിൽ പ്രതി ഒളിവിൽ പോകുന്ന ഏതെങ്കിലും ഘട്ടത്തിലേക്കോ പോകേണ്ടി വന്നിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ഈ സംഭവം നടന്ന സിനിമ സെറ്റിന്റെ ഈ സിനിമയുടെ തന്നെ മറ്റൊരു ലൊക്കേഷനിലേക്ക് രഞ്ജിത്ത് പോയിരുന്നു. അതായത് കോട്ടയത്തായിരുന്ന സിനിമയുടെ ചിത്രീകരണം. അവിടെ നിന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള വിവരം രഞ്ജിത്തിന് ലഭ്യമാകുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു നടന്റെ, അതായത് ബോബി കുര്യൻ എന്ന് പറയുന്ന ഒരു പുതിയ നടനാണ്, അദ്ദേഹത്തിന്റെ വാഹനത്തിലാണ് ഇടുക്കിയിലേക്ക് കടന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയത്. കട്ടപ്പനയിലേക്ക് പോകാനുള്ള ശ്രമത്തിനിടെയായിരുന്നു ഇത്തരത്തിലുള്ള അറസ്റ്റ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കട്ടപ്പനയിൽ എത്തിയതിനു ശേഷം ഈ ബോബി കുര്യന്റെ തന്നെ ഏർപ്പാടിലുള്ള മറ്റൊരു സ്ഥലത്ത് താമസിക്കുക എന്നുള്ളതായിരുന്നു തീരുമാനം എന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. നിലവിൽ എന്തായാലും ഈ രഞ്ജിത്തിന്റെ നീക്കങ്ങൾ കൃത്യമായിട്ട് സെൻട്രൽ പോലീസ് നിരീക്ഷിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ രഞ്ജിത്തുള്ള പോലീസ് സ്റ്റേഷന്റെ പരിധി രഞ്ജിത്തിനെ ഉടൻ തന്നെ തൊടുപുഴ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കും. അതിനുശേഷം സെൻട്രൽ പോലീസ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന FIR ഇട്ടിരിക്കുന്ന സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ച ശേഷം ഇന്ന് തന്നെ മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കുമെന്നാണ് നേരത്തെ എറണാകുളം ബ്യൂറോ റിപ്പോർട്ട് ചെയ്തത്. എന്തായാലും നിലവിൽ തൊടുപുഴ സ്റ്റേഷനിലേക്ക് എത്തിക്കാനാണ് ആദ്യം പോവുക. അതിനുശേഷമായിരിക്കും മറ്റു നടപടികൾ. ലൊക്കേഷനിൽ വെച്ച് യുവനടി പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ രഞ്ജിത്ത് അറസ്റ്റിലായിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.